BMC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ല്യൂടെക് സോളാർ സൊല്യൂഷൻസ് പവർഡ് ബൈ മയിൽ ഫുഡ് സ്റ്റഫ്സ് മൂക്കന്നൂർ, സിറ്റി ടവർ, സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ് അങ്കമാലി ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. യമനിൽ ബോട്ട് മുങ്ങി, ദുരന്തമുഖത്ത് 68 ജീവനുകൾ പൊലിഞ്ഞു, നിരവധി പേരെ കാണാതായി. യമൻ തീരത്ത് ജിബൂട്ടിക്കടുത്തുള്ള കടലിൽ കുടിയേറ്റക്കാരുമായി പോയ ബോട്ട് മുങ്ങി 68 പേർ മരിച്ചു. നിരവധി പേരെ ഇനിയും കണ്ടെത്താനായിട്ടില്ല. ബോട്ടിൽ 154 പേർ ഉണ്ടായിരുന്നതായാണ് UN മൈഗ്രേഷൻ ഏജൻസി നൽകുന്ന വിവരം. ഈ ദുരന്തത്തിൽ നിന്നും 12 പേരെ രക്ഷപ്പെടുത്തുവാൻ കഴിഞ്ഞിട്ടുണ്ട്. കാണാതായവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. ദുരന്തത്തിൽ മരിച്ചവരിൽ ഭൂരിഭാഗവും ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ് എന്ന് ഐക്യരാഷ്ട്രസഭയുടെ മൈഗ്രേഷൻ ഏജൻസി സ്ഥിരീകരിച്ചു. വീട്ടമ്മ ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ വഴിത്തിരിവ്, അയൽവാസി കസ്റ്റഡിയിൽ. കോഴിക്കോട് പശുക്കടവിൽ വീട്ടമ്മ ബോബിയുടെ ദുരൂഹ മരണത്തിൽ അയൽവാസി പോലീസ് കസ്റ്റഡിയിൽ. പന്നികളെ പിടിക്കുവാൻ വെച്ച വൈദ്യുതി കിണയിൽ നിന്നും ഷോക്കേറ്റാണ് ബോബി മരിച്ചതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. കസ്റ്റഡിയിലായ അയൽവാസിയെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. ഇയാളുടെ വീട്ടിൽ നിന്നും വൈദ്യുതി കിണിയുമായി ബന്ധപ്പെട്ട ചില വസ്തുക്കളും കണ്ടെടുത്തു. ബോബിയുടെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്നാരോപിച്ച് മരുതോങ്കര പഞ്ചായത്ത് പ്രസിഡന്റും നാട്ടുകാരും രംഗത്തെത്തിയിരുന്നു. മരണം നടന്നതിന് ശേഷം തെളിവുകൾ നശിപ്പിക്കുവാൻ ശ്രമം നടന്നതായും ആരോപണങ്ങളുണ്ടായി. പന്നികളെ പിടിക്കുവാൻ അനധികൃതമായി വെച്ച വൈദ്യുതി കിണിയിൽ നിന്നും ഷോക്കേറ്റാണ് മരണം സംഭവിച്ചതെന്നാണ് ഇപ്പോൾ കരുതുന്നത്. പോലീസ് വിശദമായ അന്വേഷണം നടത്തിവരികയാണ്. കസ്റ്റഡിയിലുള്ള അയൽവാസിയുടെ അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തുമെന്നും സൂചനയുണ്ട്. പതങ്കയം വെള്ളച്ചാട്ടത്തിൽ വിദ്യാർത്ഥി ഒഴുക്കിൽപ്പെട്ട് കാണാതായി. കോഴിക്കോട് മുക്കം ഇരുവഴിഞ്ഞിപ്പുഴയിലെ പതങ്കയം വെള്ളച്ചാട്ടത്തിൽ വിദ്യാർത്ഥി ഒഴുക്കിൽപ്പെട്ടു. മഞ്ചേരിയിൽ നിന്നും വന്ന 6 സംഘത്തിലെ ഒരംഗമായ +1 വിദ്യാർത്ഥി അലൻ അഷ്റഫിനെയാണ് കാണാതായത്. സുഹൃത്തുക്കളോടൊപ്പം പുഴയിൽ കുളിക്കാനിറങ്ങിയതായിരുന്നു അലൻ. ശക്തമായ ഒഴുക്കുള്ള പ്രദേശമാണ് പതങ്കയം. പാറക്കെട്ടുകൾ നിറഞ്ഞ പ്രദേശമായതിനാൽ കാൽ വഴുതി വീണതാവാം എന്നാണ് പ്രാഥമിക നിഗമനം. മുക്കം ഫയർഫോഴ്സും പോലീസും നാട്ടുകാരും ചേർന്ന് തിരച്ചിൽ ഊർജിതമാക്കി. എന്നാൽ ശക്തമായ ഒഴുക്കും പ്രതികൂല കാലാവസ്ഥയും തിരച്ചിലിന് തടസ്സം സൃഷ്ടിക്കുന്നുണ്ട്. പ്രദേശത്ത് അപകടങ്ങൾ പതിവായതിനാൽ പുഴയിൽ ഇറങ്ങുന്നതിന് അധികൃതർ വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. ഈ മുന്നറിയിപ്പുകൾ അവഗണിച്ചാണ് പലരും പുഴയിലിറങ്ങാറുള്ളത്. തെരുവ് നായ്ക്കളെ കുഴിച്ചുമൂടിയെന്ന പരാതി. പോലീസ് പരിശോധനയിൽ 4 നായ്ക്കളുടെ ജഡം കണ്ടെത്തി. തെരുവ് നായ്ക്കളെ കൂട്ടത്തോടെ പിടികൂടി കുഴിച്ചുമൂടിയെന്ന പരാതിയിൽ മൂന്നാർ കല്ലാർ മാലിന്യ പ്ലാന്റിൽ പോലീസ് നടത്തിയ പരിശോധനയിൽ 4 നായ്ക്കളുടെ ജഡം കണ്ടെത്തി. 200ഓളം നായകളെ ജീവനോടെ കുഴിച്ചുമൂടിയെന്നാണ് ഇടുക്കി അനിമൽ റെസ്ക്യൂ ടീം നൽകിയ പരാതി. നായ്ക്കളെ പിടികൂടി പഞ്ചായത്ത് വാഹനത്തിൽ കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നതിന് പിന്നാലെയാണ് പോലീസ് നടപടി ഊർജിതമാക്കിയത്. പരാതിയുടെ അടിസ്ഥാനത്തിൽ മൂന്നാർ പോലീസ് ഡ്രൈവറെ ചോദ്യം ചെയ്യുകയും വാഹനം പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു. മാലിന്യ പ്ലാന്റിലെ സംശയാസ്പദമായ സ്ഥലത്ത് ഇന്ന് JCB ഉപയോഗിച്ച് നടത്തിയ തിരച്ചിലിലാണ് നായ്ക്കളുടെ ജഡം കണ്ടെത്തിയത്. എന്നാൽ ഇത് പിടിച്ചുകൊണ്ടുപോയ നായകളുടെ ജഡം തന്നെയാണോ എന്ന് സ്ഥിരീകരിച്ചിട്ടില്ല. കഴിഞ്ഞ 2 മാസത്തിനിടെ കുട്ടികൾ ഉൾപ്പെടെ 30ഓളം പേർക്ക് മൂന്നാറിൽ തെരുവ് നായയുടെ കടിയേറ്റതിനെ തുടർന്നാണ് പഞ്ചായത്ത് നടപടി. എന്നാൽ നായ്ക്കളെ ഷെൽട്ടർ ഹോമിലേക്ക് മാറ്റുന്നതിന് പകരം കൊന്നു കുഴിച്ചുമൂടിയെന്നാണ് ഇടുക്കി ആനിമൽ റെസ്ക്യൂ ടീം ആരോപിക്കുന്നത്. പുട്ടു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. മകളെ ജോലിക്ക് വിട്ടത് സമ്മതത്തോടെ. കന്യാസ്ത്രീകളെ നേരത്തെ അറിയാം, പ്രതികരിച്ച പെൺകുട്ടിയുടെ അമ്മ. ഛത്തീസ്ഗഡിൽ 2 മലയാളി കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ നിർബന്ധിത മതപരിവർത്തനം, മനുഷ്യക്കടത്ത് തുടങ്ങിയ ആരോപണങ്ങളെ തള്ളിപ്പറഞ്ഞ് കന്യാസ്ത്രീകളുടെ ഒപ്പമുണ്ടായിരുന്ന പെൺകുട്ടിയുടെ അമ്മ രംഗത്ത്. തന്റെ മകളെ ജോലിക്ക് അയച്ചത് കുടുംബത്തിന്റെ പൂർണ്ണ സമ്മതത്തോടെയാണെന്നും ഇത് കുടുംബത്തിന്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മറികടക്കുവാനായി എടുത്ത തീരുമാനമാണെന്നും പെൺകുട്ടിയുടെ അമ്മ ബുദിയ പ്രധാൻ മാധ്യമങ്ങളോട് വ്യക്തമാക്കി. തങ്ങൾക്ക് 5 പെൺമക്കളാണുള്ളതെന്നും വീട് പണിയാനായി എടുത്ത 5 ലക്ഷം രൂപയുടെ കടം വീട്ടുന്നതിന് വേണ്ടിയാണ് മകളെ പാചക ജോലിക്കായി അയച്ചതെന്നും അവർ കൂട്ടിച്ചേർത്തു. യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്. വന്ദേ ഭാരതിൽ ഇനി യാത്രയ്ക്ക് 15 മിനിറ്റ് മുൻപ് ടിക്കറ്റ് ബുക്ക് ചെയ്യാം. ഇന്ത്യൻ റെയിൽവേ വന്ദേ ഭാരത് എക്സ്പ്രസിൽ യാത്ര ചെയ്യുന്നവർക്കായി ഒരു പുതിയ സൌകര്യം അവതരിപ്പിച്ചിരിക്കുന്നു. ഇനി ട്രെയിൻ പുറപ്പെടുന്നതിന് 15 മിനിറ്റ് മുൻപ് വരെ യാത്രക്കാർക്ക് തത്സമയം ടിക്കറ്റ് ബുക്ക് ചെയ്യാം. ഇതുവരെ യാത്ര പുറപ്പെടുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് മാത്രമേ ടിക്കറ്റ് ബുക്ക് ചെയ്യുവാൻ സാധിച്ചിരുന്നുള്ളൂ. എന്നാൽ ഈ പുതിയ മാറ്റം പെട്ടെന്നുള്ള യാത്രകൾ ആസൂത്രണം ചെയ്യുന്ന ആളുകൾക്ക് ഏറെ പ്രയോജനകരമാകും. ഇന്ത്യൻ റെയിൽവേയുടെ പാസഞ്ചർ റിസർവേഷൻ സിസ്റ്റത്തിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടാണ് ഈ പുതിയ സൌകര്യം പ്രാബല്യത്തിൽ വരുന്നത്. ഈ സൌകര്യം രാജ്യത്തെ 8 വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിനുകളിൽ ലഭ്യമാകും.
ഇതിൽ കേരളത്തിൽ സർവീസ് നടത്തുന്ന 2 വന്ദേ ഭാരത് ട്രെയിനുകളും ഉൾപ്പെടും. മംഗളൂരു സെൻട്രൽ, തിരുവനന്തപുരം സെൻട്രൽ ട്രെയിൻ നമ്പർ 20631, തിരുവനന്തപുരം സെൻട്രൽ മംഗളൂരു സെൻട്രൽ ട്രെയിൻ നമ്പർ 20632. അതോടൊപ്പം മറ്റ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ വന്ദേ ഭാരത് ട്രെയിനുകൾക്കും ഈ സൌകര്യം ലഭ്യമാണ്. നിരവധി ചെറുപ്പക്കാരെ പി കെ ഫിറോസിന്റെ സഹോദരൻ മയക്കുമരുന്നിന്റെ വലയിലാക്കി. ബുജാരിന്റെ കാശ്മീർ ബംഗളൂർ നിരന്തര യാത്ര പോലീസ് അന്വേഷിക്കണം. KT ജലീൽ. ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട കേസിൽ യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസിന്റെ സഹോദരൻ പി കെ ബുജൈർ അറസ്റ്റിലായ സംഭവത്തിൽ പ്രതികരണവുമായി CPIM നേതാവ് KT ജലീൽ. ലഹരിക്കേസിൽ ഫിറോസിന്റെ സഹോദരന്റെ അറസ്റ്റിൽ ഫിറോസും മുസ്ലിം ലീഗും മറുപടി പറയണമെന്ന് KT ജലീൽ ആവശ്യപ്പെട്ടു. നിരവധി ചെറുപ്പക്കാരെ പി കെ ഫിറോസിന്റെ സഹോദരൻ മയക്കുമരുന്നിന്റെ വലയിലാക്കി. ഫിറോസ് ഇക്കാര്യം അറിഞ്ഞിട്ടും പോലീസിന് വിവരം കൈമാറിയില്ലെന്നും സഹോദരൻ ബുജൈറിന്റെ കാശ്മീർ ബാംഗ്ലൂർ നിരന്തര യാത്ര പോലീസ് അന്വേഷിക്കണമെന്നും KT ജലീൽ ആവശ്യപ്പെട്ടു. വീട്ടുകാരെ നന്നാക്കിയിട്ട് നാട്ടുകാരെ നന്നാക്കലല്ലേ ബുദ്ധിയെന്നും സ്വന്തം സഹോദരനെ മയക്കുമരുന്ന് വിതരണത്തിൽ നിന്നും ഉപയോഗത്തിൽ നിന്നും പിന്തിരിപ്പിക്കുവാൻ കഴിയാത്ത യൂത്ത് ലീഗ് നേതാവിന് നാട്ടുകാരെ നന്നാക്കുവാൻ എന്തർഹത എന്നും ജലീൽ ഇന്നലെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചിരുന്നു. മെസ്സി കേരളത്തിലേക്ക് എത്തില്ലെന്ന് സ്ഥിരീകരിച്ച് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ മാധ്യമങ്ങളോട്. ഒക്ടോബറിൽ വരുവാൻ കഴിയില്ലെന്നും മന്ത്രി അറിയിച്ചു. ഒക്ടോബറിൽ വരാൻ കഴിയില്ലെന്ന് പറഞ്ഞപ്പോൾ സ്പോൺസറാണ് പറഞ്ഞത്, എന്നാൽ വരേണ്ടത്. കേരളം ഈ കരാറിൽ വിട്ടുവീഴ്ച ചെയ്തിട്ടില്ലെന്നും മന്ത്രി പറഞ്ഞു. മെസ്സി വരാനുള്ള സാധ്യതയില്ലെന്ന് മന്ത്രിയുടെ ഓഫീസ് തന്നെ അറിയിച്ചു. ഡിസംബറിൽ മെസ്സി ഇന്ത്യയിൽ എത്തുമെങ്കിലും ഷെഡ്യൂളിൽ കേരളം ഇടം പിടിച്ചിട്ടില്ല. ഡിസംബർ 11 മുതൽ 15 വരെയാണ് മെസ്സിയുടെയും ടീമിന്റെയും ഇന്ത്യ സന്ദർശനം. കൊൽക്കത്ത, മുംബൈ, ഡൽഹി, അഹമ്മദാബാദ് എന്നീ നഗരങ്ങളിൽ സംഘമെത്തും. കൊൽക്കത്തയിൽ എത്തുന്ന ടീം ഇന്ത്യൻ ടീമുമായി സൌഹൃദ മത്സരം നടത്തുമെന്നും സൂചനയുണ്ട്. പിന്നീട് വാങ്ഡയിലും ചില സൌഹൃദ മത്സരങ്ങളുണ്ട്. കൂടാതെ 14-ന് മുംബൈയിൽ ബോളിവുഡ് താരങ്ങൾ സംബന്ധിക്കുന്ന പരിപാടികളിൽ മെസ്സി പങ്കെടുക്കുമെന്നും റിപ്പോർട്ടുണ്ട്. അതേസമയം ഒക്ടോബറിൽ വരും എന്നായിരുന്നു മന്ത്രിയും സംഘവും ആദ്യം പറഞ്ഞത്. പിന്നിലെ നിരവധി അനിശ്ചിതത്വങ്ങൾ ഉണ്ടായി. ഒടുവിൽ മെസ്സി കേരളത്തിൽ വരുമെന്ന് അറിയിപ്പുമായി മന്ത്രിയുടെ ഓഫീസ് വീണ്ടും രംഗത്ത് വന്നിരുന്നു. നല്ലൊരു ഫുട്ബോൾ സ്റ്റേഡിയം ഇല്ലാത്ത സ്ഥലത്ത് മെസ്സി എങ്ങനെ കളിക്കുമെന്ന ചോദ്യം ആരാധകർ അടക്കം ഉയർത്തി. അപ്പോഴും മെസ്സി എത്തും എന്ന് മന്ത്രി ആവർത്തിച്ചു. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.